مرحبا بكم يا طلابي إلى فصل جديد للصف العاشر. فأننا درسنا منظومة أغاني الرغات وأنشطتها في الفصول الماضية، ونحن اليوم ندخل إلى درس جديد. നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ക്ലാസ്സുകളും ആക്ടിവിറ്റീസും നോട്ട്സ് കിട്ടുന്ന SSLC അറബിക് എക്സാം ആപ്പ്, അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് നഹ്നു ندخل إلى درس جديد واسمها عودة إلى الحياة. عودة إلى الحياة. حياة ضده موت. حياة മൗത്തും ഹയാത്തും കേട്ടിട്ടില്ലേ? മൗത്ത് മരണം അല്ലെ, ഹയാത്ത് ജീവിതം. റിട്ടേൺ ടു ദി ലൈഫ് എന്നാണ്. റിട്ടേൺ ടു ദി ലൈഫ്. അപ്പൊ ജീവിതത്തിലേക്ക് അവർ മടങ്ങി എന്നാണ്. ഹുനാക മൗത്തുൻ, അവിടെ ഒരു മൗത്ത് ഉണ്ടായിട്ടുണ്ടാവണം അല്ലെ. മാഹുവൽ മൗത്ത്, മാ ഹാദൽ മൗത്ത്, ആ മൗത്ത് എന്തായിരിക്കും? നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, കണ്ടോ ഇവിടെ മക്കളെ? ഇതെവിടെ സ്ഥലം എന്ന് മനസ്സിലായോ? ഷാഹത്തും ഹദ മിൻ ഖബൽ, ഹദ ഫയളാനാത്ത് മുണ്ടക്കൈ ബി വയനാട്. ഫഹദ ഹുവ അൽ മനാദിർ മിനൽ അഅല. മുകളിൽ നിന്നുള്ള ഏരിയൽ വ്യൂ ആണ് കേട്ടോ. ഇതിന്റെ ഉണ്ടായതിനു ശേഷമുള്ളതാണ്. In the pre-dawn hours of July 13, 2024, Wayanad district in Kerala was struck by one of the most devastating natural disasters അതിന്റെ 70 മീറ്റർ ആയിരുന്നു അതിന്റെ ആദ്യം തുടക്കത്തിലൊക്കെ, പിന്നെ അത് കൂടി വരുന്നത്. in its history. A series of catastrophic landslides swept through the villages of പുഞ്ചിരിമറ്റം കോളനി, Mundakai and Churalmala, triggered by incessant and unprecedented monsoon rains. ഇവിടെ എത്തിയപ്പോൾ 250 മീറ്റർ ആയിട്ട് അതിന്റെ ഫ്ലോ കൂടി എന്നാണ്. ഫഹാദി ഹുവൽ അൽ ഫയളാനാത്ത് അൽ കുബറ, ആ മഹാപ്രളയത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത്. Over 200 millimeters of intense rainfall fell within 24 hours, followed by an additional 370 millimeters in the following day, causing hillsides to collapse and bury everything in their path. പുഞ്ചിരിമറ്റം മുണ്ടക്കൈ ഈ ഭാഗത്തേക്കൊക്കെ വന്നിരിക്കും. This catastrophe, ഈ മുണ്ടക്കൈ ഇനീഷ്യേഷൻ പോയിന്റ്, അതായത് പ്രളയം ഉണ്ടായതിന് 3 കിലോമീറ്റർ ഇപ്പുറത്താണ് ശരിക്കുള്ളത് ഈ മുണ്ടക്കൈ എന്നുള്ള സ്ഥലമുള്ളത്. അപ്പൊ അതൊക്കെ ഒലിച്ചു പോയി. 3 കിലോമീറ്റർ, എത്ര ഫോഴ്സ് ആയിരിക്കണം ആ വെള്ളത്തിന് ആലോചിച്ച് നോക്കാം. claimed over 443 lives, with several critically injured. Property damage was estimated to be around 1,200 crores, and around 10,000 residents were displaced from their homes. LP school, Mundakai. Approximately 247 acres of land had shifted during the landslides, illustrating the scale of the disaster. This tragedy serves as a stark reminder of the delicate balance between human activity and nature, and the urgent need for sustainable practices in vulnerable regions like Wayanad.
as we rebuild, let us also remember എന്താണ് മനസ്സിലായോ മക്കളെ? ഫഹാദ ഹുവ ഫയദാനാത്ത് മുണ്ടക്കൈ അല്ലെ? അപ്പോ നഹ്നു അൽയൗം നദ്റുസ് അൻ ഉസ്രത്തിൻ കത് വഖഅ ഫീ ഫയദാനാത്തി മുണ്ടക്കൈ. മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ഒരു ഫാമിലിയുടെ കഥയാണ് നമ്മളിനി പഠിക്കുന്നത്. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം, അങ്ങനെ ഭാവനയിൽ നമുക്ക് കരുതാം. ഫഹാദിഹി ഹിയ ഉസ്റത്തു സൈനബ്. മാതാ സൈനബിന്റെ ഒരു ഫാമിലിയെ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. ഫഹാദ മാതാ ഹദസ ഹുനാക്ക്, എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയാം, ടി വിയിൽ മറ്റൂടെ കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മാതാ ഫി ജൗവിൻ ഹാദിഇൻ മാല സുക്കാനുൽ ഖറിയ ഇലാ നൗമിൻ അമീഖ്. ഫി ജൗവിൻ هادئ مال سكان القرية إلى نوم عميق. مضت اللحظات فجأة تغير الطقس وبدأت الرياح تعصف بشدة واشتد المطر وصار صوت الرعد يهز الأرجاء. بدأ ماء النهر يرتفع ويفيض. تغيرت جهة السيل. دخلت المياه داخل البيت فاستيقظت زينب من النوم وشعرت بخطر يقترب. أيقظت زوجها إبراهيم وصاحت: عزيزي بلغت المياه داخل بيتنا، ماذا نفعل؟ فاستيقظ إبراهيم متحيرا ونظر إلى الخارج. يا رب تكاد المياه تهلكنا، تعالي ننقذ الأطفال ونخرج فورا. ركضت زينب إلى غرفة الأطفال، أيقظت الأطفال وحملت عائشة وعادلة وحمل إبراهيم ابنه الكبير حاشما. قالت عائشة باكية: أين حقيبتي ودفتري؟ أين حقيبتي ودفتري؟ ماذا فهمتم؟ فهذا هو أسر زينب، وهناك له ابنتان وابن. അവർക്കൊരു രണ്ട് മക്കളുണ്ട്, ഒരു മകനുണ്ട്. അന്നഹും നാമു ഫി യൗമിൻ ഹാദിഇൻ. ഒരു ദിവസം അവർ സന്തോഷത്തോടെ കിടന്നുറങ്ങി. ولكن في الغد أن كانت هناك حادثة كبيرة. അവിടെ വലിയൊരു ദുരന്തമുണ്ടായി. എന്താണ്? ഫി ജൗവിൻ ഹാദിഇൻ. ജൗവ് മാതാ ജൗവ്? ജൗവ് എന്ന് വെച്ചാൽ അന്തരീക്ഷം. സേഫ്, അതായത് ഹാദി എന്ന് വെച്ചാൽ സമാധാനമായ, വളരെ പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷത്തിൽ മാല സുക്കാനുൽ ഖറിയ. മാല എന്ന് വെച്ചാൽ ചരിഞ്ഞു അല്ലെങ്കിൽ വീണു എന്നൊക്കെ അർത്ഥം. മൻ മാല സുക്കാനുൽ ഖറിയ. സുക്കാൻ സാക്കിനുഞ്ചും സുക്കാൻ, താമസക്കാർ. അൽ ഖറിയ വില്ലേജ്, ആ ഗ്രാമത്തിലെ ആളുകൾ. ഇല നൗമിൻ അമീഖ്. നൗം നൗം ഉറക്കത്, അമീഖ് ഗാഠനിദ്രയിലേക്ക് വീണു. വളരെ അന്നഹും ഫി ജൗവിൻ കാന ഫി ജൗവിൻ ഹാദി. അവർ വളരെ പീസ്ഫുൾ അന്തരീക്ഷത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ അവർ ഉറങ്ങി. വലാകിൻ മളത്തിൽ ലഹ്ലാത്ത്. മള കഴിഞ്ഞുപോയി. ലഹ്ലാത്ത് സെക്കൻഡ്സ്, കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് തഗയ്യറ തഖസ്. തഗയ്യറ ചേഞ്ച്ഡ്. അത്തഖസ് കാലാവസ്ഥ, ക്ലൈമറ്റ് ചേഞ്ച് ആയി. وبدأت الرياح ماذا؟ بدأت الرياح കാറ്റ് തുടങ്ങി. بدأ ماذا؟ started. ماذا؟ تعصف ആഞ്ഞു വീശുക. അപ്പൊ കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. ബിഷിദ്ദ ബിഖുവ, ശക്തിയായി കാറ്റ് വീശാൻ തുടങ്ങി. واشتد المطر فكانت المطر مشتدة. മഴ എന്താണ്? المطر غزير. മഴ ഗസീറുൻ, കോരിച്ചൊരിഞ്ഞു, മഴ ശക്തമായി. وسار صوت الرعد.
സൗത്തു റാഇദ്. റാഇദ് മതാ? റാഇദ് ഇടി. ഇടിയുടെ ശബ്ദം. യഹുസ്സു. യഹുസ്സു മതാ? കുലുക്കുക. അൽ-അർജ. അൽ-അർജ റജ ജമ്മാണ് അർജ. റജ മതാ? പരിസരങ്ങളൊക്കെ കുലുക്കി, അതായത് ചുറ്റുഭാഗത്തെയും കുലുക്കി. ബദഅ മാഉൻ നഹർ. ബദഅ സ്റ്റാർട്ടഡ്. മാഉൻ നഹർ. നഹർ നദിയിലെ വെള്ളം. തർത്തഫി യർത്തഫി മതാ? വഹുനാക നഹറുൻ ബൈന ഔ ഇൻദ ബൈതി സൈനബ്. സൈനബിന്റെ വീടിന്റെ അടുത്തൊരു നദി ഉണ്ടായിരുന്നു. ബദഅ മാഉൻ നഹർ. വെള്ളത്തിൽ എന്താണ്? വെള്ളം യർത്തഫി യഅലു ഉയരാൻ തുടങ്ങി. വയഫീദ് ഒഴുകാനും തുടങ്ങി. അല്ലേ? വഅന്ന ഹുനാക മത്റുൻ ശദീദ് والرعد يهز الأرجاء وماء النهر يرتفع ويعلو ويفيض. ഉയരാൻ തുടങ്ങി. فماذا يحدث هناك؟ تغيرت جهة السيل. അങ്ങനെ ഫയലാൻ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി. തഗയ്യറത് ചേഞ്ച് ആയി. ജിഹത്തു സൈൽ. ജിഹ എന്ന് വെച്ചാൽ അതിന്റെ ദിശ. ജിഹ എന്ന് വെച്ചാൽ അസൈൽ ഒഴുക്കിന്റെ ദിശ മാറി. ദഖലത്തിൽ മിയാഹ്. മാദാ ഹദസ ഹുനാ? ദഖലത്തിൽ മിയാഹ്. മാഉൻ ജമു മിയാഹ്. വെള്ളം എൻട്രി ചെയ്തു. എവിടെ? ദാഖിലൽ ബൈത്ത്. ഇൻസൈഡ് ദി ഹൗസ്. വീടിന്റെ ഉള്ളിൽ വെള്ളം കയറി. ഫസ്തൈഖലത്. മൻ ഇസ്തൈഖലത്? സൈനബ്. സൈനബ് എണീറ്റു. മിനൻ ഐൻ മിനൻ നൗം. അപ്പൊ ഉറങ്ങുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, അല്ലെ? വശഅറത് അന്നഹാ ശഅറത് അന്ന സൈനബ് ശഅറത്. ഷി ഫെൽറ്റ്. അവൾക്ക് തോന്നി. ബിഖതരിൻ ഡേഞ്ചർ. യഖ്തരിബ്. ഒരു അപകടം. യഖ്തരിബ് അടുത്തിരിക്കുന്നു എന്ന് അവൾക്ക് തോന്നി. ഐഖലത് സൗജതഹ അന്നഹാ ഐഖലത് അന്ന സൈനബ് ഐഖലത് സൗജഹ. ഭർത്താവിനെ എണീപ്പിച്ചു. മൻ ഹുവ? ഹുവ ഇബ്രാഹിം. വസാഹത് അന്നഹാ സാഹത്. അവൾ നിലവിളിച്ചു. അസീസി പ്രിയപ്പെട്ടവനെ. ബലഗത്തിൽ മിയാഹ്. ബലഗ കയറി അല്ലെങ്കിൽ മറികടന്നു. അൽ മിയാഹ് ദാഖില ബൈത്തിന. ഇൻസൈഡ് അവർ ഹൗസ്. വെള്ളം വീടിന്റെ ഉള്ളിലേക്ക് കയറി. മാദാ നഫൽ? വാട്ട് ഷുഡ് വി ഡു? നമ്മൾ എന്ത് ചെയ്യും? ഫസ്തൈഖദ ഇബ്രാഹിം അന്ന ഇബ്രാഹിം അന്നഹു നാമ മിനൽ അന്നഹു ഇസ്തൈഖദ മിൻ നൗമിഹി. അവൻ എണീറ്റു. ഉറക്കത്തിനെണീറ്റു. മുതഹയ്യിറൻ ഖലികൻ. ആശങ്കയോടെ. വനളറ ഇലൽ ഖാരിജ്. വനളറ ഇല ഐൻ ഇലൽ ഖാരിജ്. അയാൾ പുറത്തേക്ക് നോക്കി. യാ റബ്ബ്. യാ റബ്ബ്. ഓ മൈ ഗോഡ്. തകാദുൽ മിയാഹ് തുഹ്ലികുന. അൽ വെള്ളം അടുത്തു. എന്തടുത്തു? തുഹ്ലികുന. ഞങ്ങളെ നശിപ്പിക്കാൻ അടുത്തിരിക്കുന്നു പറഞ്ഞാൽ വെള്ളം ഞങ്ങളെ കൊല്ലാനായി. വെള്ളം ഞങ്ങളെ കൊല്ലുന്നിടത്തേക്ക് എത്തിയും. തെക്കാതു എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്. അൽമിയാഹ് വെള്ളം. തുഹിലുക്കുന ഞങ്ങളെ നശിപ്പിക്കുവാൻ അടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നശിപ്പിക്കാൻ അവിടത്തേക്ക് കാര്യങ്ങൾ എത്തിയും. അത് വെള്ളം കൂടിയും. നമുക്ക് മക്കളെ എന്താണ് ഉണർത്താം. വനഖ്റുജ് ഫൗറൻ. നമുക്ക് ഇവിടുന്ന് കം ഔട്ട്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പെട്ടെന്ന് പോകും. നഖ്റുജ് നമുക്ക് രക്ഷപ്പെടാം. ഫൗറൻ പെട്ടെന്ന്. റഖലത് സൈനബ്. റഖല മദാ? ഹറബത് ഓടി. മൻ റഖലത് സൈനബ് ഇല ഐൻ ഇല ഖുർഫത്തിൽ അത്ഫാൽ. കുട്ടികളുടെ മുറിയിലേക്ക് ഓടി. ഐഖലത്തിൽ അത്ഫാൽ. കുട്ടികളെ എണീപ്പിച്ചു. വഹമലത് ആയിഷ വആദില. എന്തിന്? ഹമല എന്ന് വെച്ചാൽ എടുത്തു. അതിലെടുത്തു. ആയിഷ വആദില ഇബ്നത്താൻ. രണ്ട് മക്കളുണ്ട് അതിലെ. വഹമല ഇബ്രാഹിം. ഇബ്രാഹിം എടുത്തു. ഇബ്നഹു മകനെ എടുത്തു. അൽ കബീർ. ഇബ്രാഹിം എടുത്തു മകനെ. ആര്? ഇബ്നഹുൽ കബീർ. വലിയ മകൻ ആരാണ്? ഹുവ ഹാഷിം. ആരാണ്? ഹാഷിം. ഹാഷിമിനെയും എടുത്തു. കാലത്ത് ആയിഷ. അന്നേരം ആയിഷ അന്നഹു ദാരിസുൻ. അവളൊരു വിദ്യാരിസത്തുൻ. അവള് വിദ്യാർത്ഥിയാണ്. അവള് പറഞ്ഞു. കാലത്ത് ആയിഷ പറഞ്ഞു. ബാക്കിയ. കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഐന ഹഖീബത്തി വദഫ്തരി. ഐന ഹഖീബത്തി. എന്റെ ബാഗ് എവിടെ? വദഫ്തരി. എന്റെ ബുക്ക് എവിടെ? നോട്ട് എവിടെ? എന്ന് ആയിഷ പറഞ്ഞു കരഞ്ഞു. ثم بدأت المياه تغرق البيت أن الماء قد غرقت. എന്ത് ചെയ്തു? أن البيت قد غرقت في الماء. വീട് എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങി. بدأت المياه تغرق. വെള്ളം മുക്കാൻ തുടങ്ങി. ആരെ?
അൽ ബൈത്ത, അൽ ബൈത്ത വീടിനെ. ഹാവല ഇബ്രാഹിം, ഇബ്രാഹിം ഹാവല അൻ യഫ്തഹ, അവൻ ശ്രമിച്ചു എന്ത്, വീട് തുറക്കാൻ. അൽ ബാബ, വാതിൽ തുറക്കാൻ. കൈ യഖ്റുജ, എന്ത് ചെയ്യാൻ, പുറത്തേക്ക് വരാൻ. മിനൽ ബൈത്ത്, വീടിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു അല്ലെ. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ വാതിൽ തുറക്കാൻ കഴിയില്ല. വലാകിന്നൽ മിയാഹ്, പക്ഷേ അൽ മിയാഹ് കാനത് തദ്ഫഉഹു, തടയുകയാണ്. ബിഖുവ, ശക്തിയായിട്ട് വെള്ളം ഇങ്ങനെ തള്ളുവാണ്, അതുകൊണ്ട് വാതിൽ തുറക്കാൻ പറ്റില്ല. ലാ സബീല, ലാ സബീല, നോ വേ, ഇല്ല നാഫിദ, വിതൗട്ട് എന്താണ് നാഫിദ, നാഫിദ എന്താണ്, ശുബാഖ്, ജനല്, ജനലല്ലാതെ ഇനി വഴിയില്ല. ജനലല്ലാതെ ഈ ഒരു വഴിയുമില്ല. സറഖത് സാഹത്, സറഖ സ്വാഹ, മൻ സാഹത്, സാഹത് സൈനബ്, സൈനബ് നിലവിളിച്ചു. വഖറജു സാലിമീൻ, അങ്ങനെ അവര് സേഫ് ആയിട്ട് പുറത്തേക്ക് കടന്നു. ഖറജു, അവർ കിടന്നു, സാലിമീൻ സേഫ് ആയിട്ട്. ലമ്മ ഇബ്രാഹിം അഹ്ലഹു, ഇബ്രാഹിം ലമ്മ അന്നഹു ഹി ഹഗ്ഡ്, ചേർത്ത് പിടിച്ചു. ആരെ, എന്റെ കുടുംബത്തെ. ഇലാ സദ്രിഹി, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വഖാല, വഖാല ഫഖാല ഹംദൻ ലില്ലാഹ്, താങ്ക് ഗോഡ്, അല സലാം, ഫോർ സേഫ്റ്റി, രക്ഷപ്പെടുത്തിയതിന് നന്ദി എന്ന് ദൈവത്തോട് അവൻ പറഞ്ഞു. താങ്ക് ഗോഡ് എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ അലൈന അൻ നക്തശിഫ അൽ ഫിഅൽ അൽ മാദി വൽ മുദാരി മിൻ ഹാദൽ അൽ ഫഖറ, ഈ പാരഗ്രാഫിലെ ഫിഅലു മാദി മുദാരി ഒന്ന് കണ്ടെത്തണം. ഏതൊക്കെയാണ് നമുക്കൊന്ന് കണ്ടെത്തി വെക്കാം, നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ അതാ മലത്സി, മലത്ത്, പിന്നെയോ മാല അല്ലെ, തഗയ്യറ, മാല എന്ന് വെച്ചാൽ ചരിഞ്ഞു, മലത്ത് എന്താണ്, മലത്ത് കഴിഞ്ഞുപോയി, തഗയ്യറ ചേഞ്ചായി. തഅസിഫു, തഅസിഫു എന്ന് പറഞ്ഞാല് വീശുന്നു അല്ലെ, അത് മുദാരിയാണ്. പിന്നെ ഇഷ്തദ്ദ, ശക്തമായി. സ്വാറ, ആയി. യഹുസ്സു, കുലുക്കുന്നു, മുദാരിയാണ് അല്ലെ. പിന്നെ യർതഫിഉ, ഉയരുന്നു, മുദാരിയാണ്. യഫീദു, ഒഴുകുന്നു. അപ്പൊ ഇങ്ങനെ ഫേല് മാളി മുദാരി പല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ കണ്ട, ഇവിടെ തഅസിഫു, ഇവിടെ യർതഫിഉ അല്ലെ. ശരിക്ക് ഇവിടെ ഇതിന്റെ തുടക്കത്തിൽ പിന്നെ ഇവിടെ തുടക്കത്തിൽ ത. ഇത് വ്യത്യാസങ്ങൾ ഇങ്ങനെ ഓരോന്നിലും കാണാൻ പറ്റും. അതുപോലെ മല എന്നാണ് ശരിക്കും മാതി, ഇവിടെ വന്നിരിക്കുന്ന അവസാനത്തിൽ താ കൂടിയിട്ടുണ്ട്, മലത്ത് എന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞു, എന്താണ് അങ്ങനെ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു വീഡിയോ കാണാം, ശ്രദ്ധിക്കേട്ടാ. അല്ലെ, ഹുവ ദറസ, ഹുവ മൻ, ഹുവ എന്ന് വെച്ചാൽ അവൻ, ദറസ പഠിച്ചു അല്ലെ. അപ്പൊ ഇത് ദറസ എന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസ് ആയ വാക്ക്, ഇത് ഫേലുൻ മാലിയാണ് അല്ലെ. ഫേലുൻ മാലി എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ ഒരു ടെൻസാണ്, കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ദറസ പഠിച്ചു, കതബ എഴുതി, നളറ നോക്കി, ഷരിബ കുടിച്ചു പോലെ. ഹുവ ദറസ, ഹുവ കതബ. ഹുമ, അവിടെ രണ്ടാളായില്ലേ, ഹുമയെ. അപ്പൊ നമ്മൾ എന്തായി, ദറസാനായി. രണ്ടുപേർക്ക് പേര് കൊടുത്ത് നമ്മൾ എന്താ പറയാ, റാഷിദ് വരാജു ദറസ എന്നാവും. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ ഫോം ഏതാണ്, ദറസ. രണ്ടാമത്തെ ദറസ, ദറസ, ദറസ. ഓക്കെ, ഹും ദറസു. ഹും എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടിൽ കൂടുതൽ ആളുകളായി. രണ്ടിൽ കൂടുതൽ എത്ര ആളുകൾ വന്നാലും നമ്മള് അപ്പൊ അവർ എന്ന് പറയും. അവർ രണ്ടുപേരുന്നല്ല, അവർ. അപ്പൊ നമ്മൾ അതിന് ഹും എന്ന് പറയും. ഹും ദറസു. ഇവര് മൂന്ന് പേരുടെയും പേര് വെച്ചാൽ നിങ്ങൾക്ക് മൂന്നാളുകളുടെ അൽ ഔലാദു, കുറെ കുട്ടികൾ. വലതുൻ ജം എന്താണ്, ഔലാദ്. അപ്പൊ അൽ ഔലാദു ദറസു, അല്ലെങ്കിൽ ഹും ദറസു എന്ന് പറയും. ഓക്കെ, ഹും ദറസു. അടുത്ത് ഹിയ ദറസത്. ഹിയ ദറസത്. അപ്പൊ ഹിയ ദറസത് എങ്ങനെ വരാൻ കാരണം, ഇവിടെ ഒരു ഗേള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹിയ, അവൾ.
അപ്പൊ നമ്മുടെ ദർസ് എന്തായി മാറി? ദറസത്ത് എന്നായി. ഹിയ ദറസത്ത്, അല്ലെങ്കിൽ ഫാത്തിമ ദറസത്ത്, മുഹമ്മദ് എന്താണ് നാജിയ ദറസത്ത്. ഓക്കെ, അപ്പൊ ആ ഫോം ഒന്ന് പറഞ്ഞു നോക്കിയേ. ദറസ, ദറസ, ദറസൂ, മൂന്നെണ്ണായി. ഇനി ഇതിന് അത് മുദക്കറാണ്, മൂന്നെണ്ണം അല്ലെ. ദറസ, ദറസ, ദറസൂ. അതിന്റെ മുഅന്നസിലേക്ക് വരുമ്പോ ദറസത്ത്, ഒന്നാമത്തെ ഫോം ദറസത്ത്. പിന്നെ ഹുമാ ദറസതാ, ഹുമാ ദറസത്താ, ഹുമാ ദറസത്താ. ഹുമ എന്ന് വെച്ചാൽ എന്താ? അവർ രണ്ട് പെൺകുട്ടികൾ. അപ്പൊ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഹുമാ എന്നാണ് വരുന്നത്. ഹുമ ദറസത്താ, അവർ രണ്ടുപേരും പഠിച്ചു. ഇനി കത്തബി ആണെങ്കിലോ കത്തബത്താ, ദഹബി ആണെങ്കിലോ ദഹബത്താ. അപ്പൊ ദറസത്ത്, ദറസത്താ. ഹുന്ന ദറസ്ന, അവസാനം എന്തായി? ഹുന്ന, ഹുയ, ഹുമ, ഹുന്ന. ഹുന്ന എന്ന് വെച്ചാൽ അവർ കുറെ ഗേൾസ്. ഉദാഹരണമാണ് അൽബനാത്തു, കുറെ പെൺകുട്ടികൾ, ദറസ്ന പഠിച്ചു. അല്ലെങ്കിൽ എന്താ പറയാ? അൽ ഉമ്മഹാത്തു, ഉമ്മമാർ പഠിച്ചു. ദറസ്ന, ദറസ എന്ന് പറയാൻ പറ്റില്ല അപ്പോ. ഓക്കെ, അപ്പൊ ദറസ, ദറസാ, ദറസൂ, ദറസത്ത്, ദറസത്താ, ദറസ്ന. മനസ്സിലായോ? 6 ഫോം കിട്ടിയില്ലേ? അങ്ങനെ കത്തബ പറഞ്ഞു നോക്കിയേ. കത്തബ, കത്തബ, കത്തബൂ, കത്തബത്ത്, കത്തബത്താ, കത്തബിന. ഓക്കെ, എളുപ്പല്ലേ? ഇനി നമുക്ക് ഫേല് മുളാരി നോക്കാം. ഫേല് മുളാരിൽ എന്ത് മാറ്റം വരും നോക്കാം. ശ്രദ്ധിച്ചോട്ടാ. യക്തുബു, ഹുവ യക്തുബു. ഹുമാ യക്തുബാൻ. അല്ല, അപ്പൊ നമ്മൾ നേരത്തെ വെള്ളത്തിൽ യാ കൂടിയിരിക്കുന്നു അല്ലെ? ഒരു യാ കൂടിയിരിക്കും. അപ്പൊ ദറസി ആണെങ്കിൽ യദുറുസു ആകും, കത്തബി ആണെങ്കിൽ യക്തുബു ആകും. വേണ്ട, യാ കൂടിയിരിക്കുന്നു. യാ ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഹുവ നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു? മാളിയായിരുന്നു. ഇത് മുളാരി. മുളാരി ആകുമ്പോ ഇതിന് കൂടെ യാ കൂടും, അല്ലെങ്കിൽ താ കൂടും, വേറെ കുറെ അക്ഷരങ്ങൾ കൂടും അല്ലെ? നോക്കാം നമുക്ക്. ഹുവ യക്തുബു, ഹുവ യക്തുബു, ഹുവ യദുറുസു, ഹുവ യൻദുറു, ഹുവ യശ്റബു. അങ്ങനെയാണ്. ഹുമാ യക്തുബാൻ, യക്തുബാൻ, ഹും യക്തുബൂൻ. യക്തുബൂൻ. അപ്പൊ ഇവിടെ മൂന്നാല്, അതായത് 2ൽ കൂടുതൽ ആളുകളായാൽ യക്തുബൂൻ അല്ലെ? അപ്പോ ഹും യക്തുബൂൻ. ഇത് മാലിയാണെങ്കിൽ എങ്ങനെയാ? ഹും കതബൂ, ഹിയ തക്തുബു, ഹിയ തക്തുബു, ഹിയ ഹുമാ തക്തുബാൻ. ഹുന്ന അടുത്ത ഹിയ തക്തുബ്, ഹിയ തക്തുബു. നേരത്തെ ഹിയ നമ്മൾ എന്താ പറഞ്ഞത്? മാലിയുടെ കാര്യത്തില് ദറസത്ത്. അപ്പൊ ഇവിടെ കതബി ആകുമ്പോ കത്തബത്ത്. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നും കൂടി പറയാം. അത് ഞാൻ മാലി മുതാരി വെച്ച് പറയാം. ഓക്കെ, ഉദാഹരണം പറഞ്ഞ ദറസ യദുറുസു, ദറസത്ത് തക്തുബു. അങ്ങനെ പറഞ്ഞു പോണം കേട്ടോ. ദറസ യദുറുസു, ദറസ യദുറുസാനി. കേട്ടോ, അങ്ങനെ പറഞ്ഞു പോണം. തക്തുബു, ഹുമാ തക്തുബാൻ. ഹുമാ തക്തുബാൻ, ഹുമാ തക്തുബാൻ. നേരത്തെ നമ്മള് ഇതിലെന്താ പറഞ്ഞ? കതബത്ത അല്ലെങ്കിൽ ദറസത്ത എന്നാ പറഞ്ഞു. 2 മുതാരി മാലിയാവുമ്പോ. ഇവിടെ എന്താണ്? മാലിയയില് 2 ആകുമ്പോ തക്തുബാൻ. എന്താണ്? തക്തുബാൻ. ഹുന്ന യക്തുബ്ന, ഹുന്ന യക്തുബിന്. ഇവിടെ കുറെ ഗേൾസ് ആകുമ്പോ അൽ ബനാത്തു. നമ്മൾ അവിടെ പറഞ്ഞത് എന്താണ്? കത്തബിന എന്നാണ്, അല്ലെങ്കിൽ ദറസ്ന എന്നാണ്, അല്ലെങ്കിൽ നവർന എന്നാണ്. ഇവിടെ എന്താണ്? യാ ചേർത്തിട്ട് പറയും. യക്തുബിന്. അപ്പൊ യാ കണ്ട ബോയാന്ന് വിചാരിക്കേണ്ട. മുലാരിയില് കുറെ ഗേൾസ് യക്തുബിന എന്നാണ് പറയുക, അല്ലെങ്കിൽ യദുറുസ്ന, യൻദുർന, യശ്റബ്ന. അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് ഇത്രയും ഫോം മക്കൾക്ക് മനസ്സിലായി. ഞാൻ ഇതിന്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. ഇതുണ്ട, ഇതാണ് ഇതിന്റെ ഫോം. അൽ മുഫ്റദ് എന്ന് പറഞ്ഞാൽ ഏകവചനം. അൽ മുസന്ന 2 ആള്, അൽ ജമ് 2ൽ കൂടുതൽ ആളുകൾ. അപ്പൊ ഇതിൽ മാലി മുളാരിയാണ്.
മുദക്കർ മുഅന്നസ്. മുദക്കർ എന്ന് പറഞ്ഞാൽ ബോയ്, മുഅന്നസ് ഗേൾ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫെയിലാ വെച്ചിട്ടുള്ളത്. മുദക്കർ അൽ മാലി ജലസ. ജലസ എന്താണ്? മാലിയാണ്, അവിടെ മുദക്കറാണ്. അതിന്റെ മുലാരി എങ്ങനെ വരിക? ജലസയുടെ കൂടെ യാ ചേർത്തു, യജ്ലിസു, മുഫ്രദാണ്, ഒരാളാണ്. എന്നാൽ മുസന്നയാവുമ്പോ ജലസ് എന്തായി? ജലസാന്നായി. പക്ഷെ മുലാരി ആവുമ്പോ എന്താണ്? ജലസ എന്താകും? യജ്ലിസാനി എന്നാകും. മുസന്ന രണ്ടാളുടെ. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ജലസ മുഹമ്മദ് യജ്ലിസു മുഹമ്മദ്. എന്നാൽ മുഹമ്മദും വ മാജിദുൻ ജലസാ, മുഹമ്മദുൻ വ മാജിദുൻ യജ്ലിസാനി. കേട്ടോ? അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇപ്പൊ ഞാനിവിടെ ജലസ മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദും ജലസ എന്ന് പറഞ്ഞു അല്ലെ. ജലസ മുഹമ്മദും ജലസ. പക്ഷെ നമ്മൾ ഈ ഫേലിന് ശേഷമാണ് പേര് വരുന്നതെങ്കിൽ രണ്ടാളാണെങ്കിലും ജലസ എന്ന് പറഞ്ഞാൽ മതി. ഇനി ഫേലിന് മുമ്പാണ് പേര് വരുന്നതെങ്കിൽ ജലസായ് അല്ലെങ്കിൽ യജ്ലിസാനി എന്ന് പറയണം കേട്ടോ. അതാ അതിന്റെ രീതി. പറഞ്ഞുതരാം, ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ എന്താണ്? ജലസ മുഹമ്മദുൻ വ മജീദുൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്തുകൊണ്ട്? ശേഷം പേരുകൾ വന്നുകൊണ്ട്. എന്നാൽ പേര് മുമ്പ് വരികയാണ്. അതായത് മുഹമ്മദുൻ വ മജീദുൻ ജലസ എന്നേ പറയാൻ പറ്റുള്ളൂ. മുഹമ്മദും വ മജീദും മുമ്പ് വന്നാലും. ഓക്കെ, അപ്പൊ ജലസ യജ്ലിസാനി. ഇനി അത് മൂന്നാളാകുമ്പോഴോ രണ്ടിൽ കൂടുതൽ ആളാകുമ്പോഴോ ജലസ ജലസൂന്നാണ്. മുളാരി ആകുമ്പോ യജ്ലിസൂന യാജൻസ് പറയണം. ഇനി മുഅന്നസ് ജലസത്ത്. ജലസത്ത് ഒരു ഗേൾ, ജലസത്ത് ഫാത്തിമ അല്ലെങ്കിൽ തജ്ലിസു ഫാത്തിമ. ഇനി രണ്ടുപേരാകുമ്പോഴോ ഫാത്തിമ വനാജിയ ജലസത്ത, ഫാത്തിമ വനാജിയ ജലസത്ത് തജ്ലിസാനി. ഇനി കുറെ പേരായി. അൽ ബനാത്തു ജലസ്ന, പെൺകുട്ടികൾ കുറെ പേർ ഇരുന്നു. അൽ ബനാത്തു യജ്ലിസ്ന. ഇനി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയും ബാധകമാണ്. അതായത് പേര് പിന്നീടാണ് വരുന്നതെങ്കിൽ, ഫായില് പിന്നീടാണ്, അതായത് ഇരുന്ന ആള് പിന്നീടാണ് വരുന്നതെങ്കിൽ നമ്മൾ അൽബിൻതു അല്ലെങ്കിൽ ജലസത്ത് അൽബനാത്തു എന്ന് പറയും. ജലസത്ത് അൽബനാത്തു എന്ന് പറയും. കാര്യം എന്താ? അൽബനാത്ത് പിന്നീടാണ് വരുന്നത്. മുമ്പ് വരികയാണെങ്കിൽ ജലസ്ന എന്ന് പറയണം, അല്ലെങ്കിൽ ജലസത്ത് എന്ന് പറഞ്ഞാൽ മതി. അത് കുറെ ആളുകളാണെങ്കിൽ. കേട്ടോ? ആ ഒരു വ്യത്യാസം മാത്രം ഓർത്തിരിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പാഠഭാഗത്തേക്ക് വരുമ്പോൾ നോക്കൂ. വേണ്ട, ഇവിടെ നഖറഉൽ ജുമല വ നുനാഖിഷ് അൽ കലിമാത്തിൽ മുലവൻ. ഇവിടെ കളർ കൊടുത്തിട്ടുള്ള വാക്കുകൾ കാണാം. ഹമല, ഹമല ഫിഅലുൻ മാളി. ഹുനാക മുദക്കറുൻ വാഹിദ്, ഇബ്രാഹിം മാത്രമുള്ളൂ. അതുകൊണ്ടാണ് ഹമല ഇബ്രാഹിം, ഇബ്രാഹിം മകനെ എടുത്തു. ഇത് ഗേൾ ആയിരുന്നെങ്കിൽ ഹമല എന്തായേനെ? ഹമലത്ത് നായേനെ. അതുപോലെ ലബിസത്തിൽ അർലു. അർലു എന്താ? അർലു ഒരു മുഅന്നസായ വാക്കാണ്. മുഅന്നസായ വാക്കാണ്. അവിടെ മുഅന്നസിന്റെ അടയാളമൊന്നും ഇല്ലെങ്കിലും മുഅന്നസായ വാക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ലബിസ എന്ന് വെച്ചാൽ ധരിച്ചു എന്നാണ്. അത് ഗേൾ ആയത്, അർള് ഗേൾ ആയതുകൊണ്ട് ലബിസത്ത്. അത് ഈ ലബിസത്തീന്ന് വരാൻ കാരണം ഈ അൽ അർളിനോട് ചേർത്ത് പറയാൻ വേണ്ടി. ശരിക്കും ഇവിടെ ലബിസത്ത് എന്നാണ് കേട്ടോ ഉള്ളത്. ചേർത്ത് പറയുമ്പോൾ ലബിസത്തിൽ അർളു എന്ന് പറയണം. റിദാ നഖ്ല എന്താണ്? പച്ച പട്ട് പുതച്ചു എന്നാണ്. ഫതഹത്ത് സൈനബ്, സൈനബ് ഹുനാക മുഅന്നസുൻ. അതുകൊണ്ട് ഫതഹ എന്തായി? മാലിയാണ്, അതിന്റെ കൂടെ താവം. ജലസത്തി ത്വയർ, ജലസത്തി ത്വയർ പക്ഷികൾ ഇരുന്നു. ത്വായറും ജമ്മാണ് ത്വയർ, ത്വയർ. അപ്പൊ ഇവിടെ ശരിക്ക് നമ്മൾ പഠിച്ച പ്രകാരം, ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ പ്രകാരം ജലസ്ന എന്ന് വരണം. ഞാൻ അവിടെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കിവിടെ ഈ ത്വയർ ഇതിന്റെ ഇപ്പുറത്തായിരുന്നെങ്കിൽ ജലസ്ന എന്ന് പറഞ്ഞേനെ. അല്ലെങ്കിൽ പിന്നെ ഇതിലൊരു വ്യത്യാസമുണ്ട്. ത്വയർ ഈ ആക്കിലായ സാധനങ്ങൾക്ക്, ആക്കിൽ എന്ന് പറഞ്ഞത് ആക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാര് മാത്രമാണ് ആക്കിലായ ആളുകൾ. അവരുടെ കാര്യത്തിൽ മാത്രം അത് ജമ്മാക്കി പറഞ്ഞാൽ മതി. അതായത് ജലസ്ന എന്ന് പറഞ്ഞാൽ മതി എന്നുണ്ട്. അപ്പൊ അത്വൈറു ജലസത്തി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അത്വൈറു ജലസ്ന എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ ശേഷം ഇസ്മു ശേഷം വന്നുകൊണ്ട് എന്താണ്? ജലസത്ത് അത്വൈർ എന്നാണ്. പക്ഷികൾ ഇരുന്നു മരത്തിൽ. ഖറജു സാലിമീൻ. ഖറജു എന്ന് പറഞ്ഞാൽ അവർ കുറെ പേർ എന്നാണ് അല്ലെ. ഖറജു അവർ സേഫായി രക്ഷപ്പെട്ടു. അവർ ഹും ഹറജു എന്നാണ്. ഹും ഹറജു. ഇപ്പൊ ഖറജ ഹറജ ഹറജു. ഇനി മുതാരി നോക്കൂ. അൽ മത്തറു യൻസിൽ. വെള്ളം മഴ പെയ്യുന്നു. യൻസിൽ ഇറങ്ങുന്നു അല്ലെ. പിന്നെ തസീലു അൽ മിയാഹ്. തസീൽ എന്ന് വെച്ചാൽ എന്താ? ഒഴുകുന്നു എന്നാണ് അല്ലെ.
അൽ മിയാഹ് വെള്ളങ്ങൾ ഒഴുകുന്നു. ശരിക്കും ഇവിടെ ജമ്മായ വാക്കാണ് അല്ലെ? അപ്പൊ നമ്മൾ യസില്ല എന്ന് ശരിക്കും പറയേണ്ടതെന്ന് തോന്നുന്നു. പക്ഷെ മിയാഹ് എന്നുള്ളത് ഒരു ആക്കിലായ സാധനമല്ല ഒന്ന്. പിന്നെ അത് ഈ മിയാഹ് ശേഷം, അതായത് ഫായിൽ ശേഷമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തസീലു എന്ന് മുവാരിയാക്കി പറഞ്ഞാൽ മതി. പിന്നെ യഫീലു നെഹർ, നദി ഒഴുകുന്നു. അരിയാഹു തഅസിഫു, കണ്ടോ? അരിയാഹ്, റിയാഹ് എന്ന് പറഞ്ഞാൽ കാറ്റുകൾ എന്നാണ്. ഇവിടെ ജംആയ വാക്കാണ്. അപ്പോൾ യഅസിഫ്നാന്ന് ശരിക്കും പറയണം. പക്ഷെ റിയാഹ് എന്നുള്ളത് ഒരു ആക്കിലായ വസ്തു അല്ലാത്തതുകൊണ്ട് തഅസിഫു എന്ന് ഒറ്റ വാക്കിൽ, അതായത് മുഫറദാക്കി പറഞ്ഞാൽ മതി. തഅസിഫു ബിഷിദ്ദ, ശക്തിയായി വീശുന്നു. തദ്ഫഉൽ മിയാഹു, വെള്ളം തടയുന്നു. ബാബൽ ബൈത്ത്, വീടിന്റെ വാതിലിനെ. അപ്പൊ തദ്ഫഉ മിയാഹും ജമ്മാണ്. അപ്പൊ യദ്ഫഇനാന്ന് പറയണ്ടേ? വേണ്ട, കാരണം മിയാഹ് ആക്കിലല്ല. ആക്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവാണ്. മനുഷ്യന്മാരെ പോലെ ബുദ്ധിയുള്ളവർക്കാണ് ആ പറഞ്ഞത് വരിക കേട്ടോ. ഓക്കെ, ഇനി അതാണ് അതില്. അപ്പൊ ഈ മാലി മുതൽ ഞാൻ ഇതിന്റെ കാര്യങ്ങൾ മൊത്തം നേരത്തെ പറഞ്ഞു തന്നു. ഇവിടെ ഇതുണ്ട്, ഇതിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. യഖ്റഉൽ ഹിക്കായ വനുക നുനാഖിഷ് അൽ കലിമാത്തുൽ മുലവ്വന. അപ്പൊ ഇത് ബഅദ അയ്യാമിൻ റജഅത്, കുറച്ച് ദിവസത്തിന് ശേഷം മടങ്ങി. സൈനബ് മഅ സൗജ്, ആരോടൊപ്പം? സൗജിനോടൊപ്പം. വൽ ഔലാദ്, മക്കളോടൊപ്പം. ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് മടങ്ങി. വകാനത്തിൽ ബൈത്ത്, വീട് എങ്ങനെയായിരുന്നു? മലീഅൻ ബിൽ ഔസാഖ്, എന്ത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു? വേസ്റ്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലഫൽ വാലിദ്, പാപ്പ വൃത്തിയാക്കി. അൽ ഖുറഫ്, മുഴി മൊത്തം വൃത്തിയാക്കി. വസഅദഹു അഹ്മദ്, അഹമ്മദ് അതിന് സഹായിച്ചു. വഗസല അൽ ജുദ്റാൻ, അവർ രണ്ടുപേരും. ഇപ്പോ എന്താണ്? വാലിദും അഹമ്മദും വന്നുകൊണ്ടാണ് രണ്ടുപേര്. ഗസല, അവർ രണ്ടുപേരും വൃത്തിയാക്കി. അൽ ജുദ്റാൻ, ചുമര്. നഷഫത്ത് അൽ ഉമ്മു വൽ ബനാത്ത്, ഉമ്മയും മക്കളും എന്താണ്? കോരി. അൽമാ, വെള്ളം അടിച്ചു കോരി. മിനൽ ഖുറഫ്, മുറിയിൽ നിന്ന്. വനല്ലഫ്ന, അവരെല്ലാവരും, അതായത് ഉമ്മും ബനാത്ത് കുറെ ആളുകളില്ലേ. അപ്പൊ നല്ലഫ, നല്ലഫ, നല്ലഫു, നല്ലഫത്ത്, നല്ലഫത്ത, നല്ലഫ്ന, കുറെ പേരുള്ളതുകൊണ്ട് അവർ വൃത്തിയാക്കി. അൽ മത്ബഖ്, എന്ത് വൃത്തിയാക്കി? മത്ബഖ് വൃത്തിയാക്കി. ആയിഷ വ ഫാത്തിമ, ആയിഷയും ഫാത്തിമയും. റത്തബത്ത, കേട്ടോ, അവർ റത്തബത്ത് രണ്ടുപേരാണ്. അപ്പൊ റത്തബത്ത, അവർ രണ്ടുപേരും അടുക്കി വെച്ചു. അൽ അസാസ്, എന്ത്? ഫർണിച്ചേഴ്സ് അടുക്കി വെച്ചു. ഓക്കെ, നമ്മള് ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫിസ്സഫഹതി അസ്സാദിസ അശറ, 16ാമത്തെ പേജിൽ. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന SSC അറബിക് എക്സാം ആപ്പ്, അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കും. അങ്ങനെ സൈനബ് ഒരു രക്ഷപ്പെട്ടു അല്ലെ, ഒരു വീട്ടിലേക്ക് അവിടെ തിരിച്ചു ചെന്നു. ഉമാദ ഹദസ ഹുനാക, അപ്പൊ ഹുനാക വഫി ദാലിക്കൽ യൗം, പിറ്റേ ദിവസം. സുർന ബൈത്ത് സൈനബ്, സുർന, നമ്മൾ സന്ദർശിച്ചു. ബൈത്ത് സൈനബ്, സൈനബിന്റെ വീട്. ഇപ്പൊ മാതാറായി, നമ്മൾ എന്തായിരിക്കും അവിടെ കണ്ടിട്ടുണ്ടാവുക? അപ്പൊ ഹുനാക അന്നൽ ബൈത്ത് ഖദ് ഹലക, അല്ലേ? വീടാകും മോശമായിട്ടുണ്ടാവും. ഹുനാക ഖദുറാത്തും വൽ ഔസാഖ്, അല്ലെ? അതൊക്കെയല്ലേ ഇവിടെ പറഞ്ഞത്, വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു എന്നൊക്കെ അല്ലെ. ഇതിലെ വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. കായൽ ബൈത്ത് മലിയം ബിൽ ഔസാഖ് വൽ ഖുറഫ് കദാലിക്, മുറികളും അതുപോലെ എന്താണ്? മലി ബിൽ ഖാദുറാത്ത് എന്നൊക്കെ പറയാം. അപ്പൊ ഞാനിവിടെ ഒരു മോഡൽ കാണിക്കാം. നിങ്ങൾക്ക് അതിൽ കുറച്ച് വാക്കുകൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നോക്കൂ, ഇവിടെ കുറച്ച് വാക്കുകൾ. അലആബ്, കളിപ്പാട്ടം. മുത്തശഖിഖ, വിണ്ടത്. സാവിയ, ഒരു മൂല. ബിൽ ഔസാഖ്, വേസ്റ്റ്. അത്തീൻ, തീൻ എന്താണ്? മണ്ണ്. അപ്പൊ കാനത്തിൽ ബൈത്തു, വീടായിരുന്നു. മലീഅൻ, നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും നിറഞ്ഞിട്ടുണ്ടാവുക? വേസ്റ്റ് അല്ലെ. അപ്പൊ നമുക്ക് ബിൽ ഔസാഖ് ഇവിടെ ചേർക്കാം. പിന്നെ അൽ ഖുറഫ് കുല്ലുഹ, മുറി മൊത്തം. മുലവ്വസ, മലിനമായി. ബിൽ ഖാദുറാത്ത്, മലിനമായി, വേസ്റ്റുകൾ കൊണ്ട് മലിനമായി. റഅയ്ന, ഞങ്ങൾ കണ്ടു. അൽ ജുദ്റാൻ, ചുമരുകൾ എന്തായിട്ടുണ്ടാവും? വെണ്ടിട്ടുണ്ടാവും അല്ലെ. റഅയ്ന അൽ ജുദ്റാന മുതശഖിഖ. ഓക്കെ. സുമ്മ വൽ അർള, ഭൂമിയോ? നിലം. ഖദ് ഖത്താഹ, അതിനെ മൂടിയിട്ടുണ്ട്. എന്താ മൂടിയ? നിലം മൊത്തം മണ്ണായിരിക്കും അല്ലെ. ഖദ് ഖത്താഹ അത്തീൻ, കൂടുതൽ ചേർക്കാം. വൽ അസാസ് മുബല്ലലുൻ ബിൽ മാ, എന്താണ്? ഫർണിച്ചേഴ്സ് മുബല്ലലുൻ ബിൽ മാ, വെള്ളം കൊണ്ട് നനഞ്ഞിട്ടുള്ളൂ.
വൽ കുത്തുബ് മുമസ്സഖ, പുസ്തകങ്ങൾ കീറി, അല്ലെ? ഡാഷ് തത്ഫു അലൽ മാ, വെള്ളത്തിന്റെ മുകളിൽ പാറിക്കിടക്കുന്നു, എന്തായിരിക്കും? കളിപ്പാട്ടം. കണ്ടിട്ടില്ലേ? വൽ അൽആബ്, വൽ അൽആബ് തത്ഫു അലൽ മാ. സൈനബ് കാനത്ത് തജ്ലിസ്, സൈനബ് ഇരിക്കുകയാണ് അവിടെ, ഫി അസാവിയ, ഒരു വീടിന്റെ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടാവും. ഇസാവിയ വത്തബ്കി ഫി സമത്ത്, അവള് പതിയെ കരയുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു മോഡല് തയ്യാറാക്കാം കേട്ടോ. ഇതില് അങ്ങനെ എഴുതുക. പിന്നെ ഹുനാക നശാത്തുൻ ആഖർ നക്തുബുൽ ഹികായത സാബിഖ ബിതബ്ദീൽ അഫ്ആലിൽ മാദിയ ഇലൽ മുളാരി. അപ്പൊ ഇവിടെ മുകളിലെ ഈ ഹിക്കായ ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഹിക്കായ എന്തിലേക്ക് മാറ്റണം? ഇതിനെ ഫേല് മുളാരിയിലേക്ക് മാറ്റണം. അപ്പൊ നമ്മള് ഇവിടെ എല്ലാം ഇത് ഫേല് മാദിയിലാണ്. റജഅത്ത് മാദിയാണ്, നല്ലഫ മാദിയാണ്, ഗസല മാദിയാണ്, നല്ലഫിന് മാദിയാണ്, റത്തബത്ത മാദിയാണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഫോം കാണിച്ചു തന്നിരുന്നു, അല്ലെ? കഴിഞ്ഞ ദിവസം ഒരു ഫോം കാണിച്ചു തന്നിട്ടുണ്ട. ഈ ഇതുപോലെ അപ്പൊ ജലസക്ക് അതിന്റെ മുളാരിയാക്കുമ്പോ എജിലിസു ആകണം, അല്ലെ? നവറയാണെങ്കിൽ എന്തൂറും ആകണം. ഇപ്പൊ ജലസായാണെങ്കിൽ അതിന്റെ മുളാരി എജിലിസാനി ആയിരിക്കും, ജലസൂന് മുളാരി എജിലിസൂനി ആയിരിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ നിങ്ങൾ ഈ ഫോം ഒന്ന് ഓർത്തിരുന്നാലാണ് അത് കിട്ടുള്ളൂ കൃത്യമായിട്ട്. ഉദാഹരണം പറഞ്ഞ റജഅത്ത്, റജഅത്ത് ഏതാ? ഫേല് മാദി മുഅന്നസ് ആണ്, അല്ലെ? അപ്പൊ അതിന്റെ മുളാരി എങ്ങനെ വരിക? നമ്മളിത് പ്രകാരം ഇവിടെ എന്താ കാണിച്ചിട്ടുള്ളത്? ഇതാ ജലസത്ത്, ഇതിന്റെ മുളാരി എന്താണ്? തജ്ലിസു. അപ്പൊ അവിടെ എന്താ ഉള്ളത്? ബുക്കിലുള്ളത് റജഅത്ത്. അപ്പൊ ഇവിടെ തർജിഉ എന്നാവും, അല്ലെ? അപ്പൊ ബഅദ അയ്യാമിൻ തർജിഉ സൈനബ് മിന സൗജ് വൽ ഔലാദ് ഇലൽ ബൈത്ത് വകാനത്തിൽ ബൈത്തു മലിഅൻ ബിൽ ഔസാഖ് നല്ലഫ. നല്ലഫയുടെ മുളാരി എന്താ വരിക? നല്ലഫയുടെ ജലസ യജ്ലിസു ആയ പോലെ നല്ലഫ യുനല്ലിഫു. എന്താണ്? യുനല്ലിഫു. പിന്നെ വഗസല, അവർ രണ്ടുപേർ കഴുകി എന്നാണ്. രണ്ടുപേർ കഴുകുന്നു എന്ന് പറയാം. വഗസൽ, ജലസ എന്നല്ലേ പറഞ്ഞത്? ജലസ എന്നല്ലേ പറഞ്ഞത് നമ്മള്? ജലസ അല്ലെങ്കിൽ ഗസല. അപ്പൊ ഇവിടെ യജ്ലിസാനി, ഗസലയാകുമ്പോ യഗ്സിലാനി എന്ന് വരും. എവിടെ? ഗസലയ്ക്ക് പകരം യഗ്സിലാനി അൽ ജിദ്റാൻ. സുമ്മ നശഫത്തുൽ ഉമ്മു വൽ ബനാത്ത് അൽ മാ മിനൽ ഖുർബ നല്ലഫ്ന, വനല്ലഫ്ന, അവർ വൃത്തിയാക്കിന, അവർ വൃത്തിയാക്കുന്നു എന്ന് പറയാൻ ജലസ്നയുടെ മുളാരി എങ്ങനെ വരിക? നല്ലഫ്നയുടെ മുളാരി കാണണം. എങ്ങനെ കാണാം? ജലസ്നയുടെ മുളാരി കണ്ടാല് ജലസ്നയുടെ മുളാരി യജ്ലിസ്ന. അപ്പൊ നല്ലഫ്ന ആംഗ്ലി യുനല്ലിഫ്ന. എന്താണ്? യുനല്ലിഫ്ന എന്ന് അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. വയുനല്ലിഫ്ന അൽ മത്ബഖ ഐഷ വ ഫാത്തിമ റത്തബത എന്നുള്ളത് എന്താകും? റത്തബത എന്നുള്ളത് എന്താണ്? തുറത്തിബാനി, അല്ലെ? എങ്ങനെ വരിക? ജലസത്ത എന്നുള്ളത് തജ്ലിസാനി ആയ പോലെ താ ചേർത്ത് പറയണം. റത്തബത, അപ്പൊ തുറത്തിബാനി. എന്താണ്? തുറത്തിബാനി എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞ വാക്കുകൾ മാറ്റി ഇവിടെ എഴുതിയാൽ മതിയാണ്. ഓക്കെ. ഇനി നമ്മള് ഇതിന്റെ എല്ലാം ഈ തർത്തീബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം. നേരത്തെ പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നു. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, അല്ലെ? ഇവിടെ റജഅത്ത് കൊടുത്തിട്ടുണ്ട്. അത് മുഅന്നസ, ഫഅലത്തിന്റെ പകരമാണ്. അപ്പൊ ഇവിടെ ഫഅല ആകുമ്പോൾ താ ഒഴിവാക്കിയിട്ട് എന്ത് വരും? റജ, അല്ലെ? റജ. അപ്പൊ ഫഅല, ഫഅലയാ, ഫഅല എന്നാണെങ്കിൽ ഇവിടുത്തെ റജ എന്താകും? റജ. ഇവിടെ എന്താവും? റജഉ. സുമ്മ റജഅത്ത്, ഇവിടെ ഫഅലത്ത് എന്തായി? ഫഅലത്താനായി. അപ്പൊ റജഅത്ത് എന്താവും? റജഅത്താനാവും. ഫഅൽനെയാണ് അവിടെ. അപ്പൊ റജഅന. സിമ്പിൾ അല്ലേ? എഴുതാം. അടുത്തത് ഈ മുളാരിന്റെയാണ്, അല്ലെ? മുദക്കർ യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, യജ്ലിസു, യജ്ലിസാനി, യജ്ലിസൂന പോലെ. തജ്ലിസു, തജ്ലിസാനി, യജ്ലിസ്ന, തഫഅലു, തഫഅലാനി, യഫഅൽന. അപ്പൊ ഇവിടെ തർജിഉ എന്നാണ്, അല്ലെ? അപ്പൊ ഇവിടെ യഫ്അലു ആണ് ഇവിടെ തഫ്അലു ആയത്. അപ്പൊ ഇവിടെ ഈ തർജിഉവിന്റെ യാ മാറ്റി താ കൊടുത്താൽ എന്താവും? യർജിഉ എന്നാവും. യഫ്അലു യഫ്അലാനി ആയി. അപ്പൊ യർജിഉ ഇവിടെ എന്താവും? യർജിആനി, യർജിഊന. തർജിഉ തഫഅലാനി ആയി. തഫഅലു തഫഅലാനി. അപ്പൊ തർജിഉ തർജിആനി. പിന്നെ യഫ്അൽനെയാണ്. അപ്പൊ യർജിഉന. ഓക്കെ, സിമ്പിൾ. ഇനി അത് വീണ്ടും അവിടെ വേറൊരു ഫോം കൂടി ഉണ്ട്. ജലസ എന്നർത്ഥം കാണിച്ചു തന്നു. അത് നിങ്ങൾ പൂരിപ്പിക്കുക, ഞാൻ പറയില്ല. ജലസ, അതിന്റെ മൂസൻ എഴുതാം, ജം എഴുതാം.
ഇവിടെ എന്ത് വരും, ഇവിടെ എന്ത് വരും. ഓക്കെ, ഇത്രയും കാര്യം. യജ്ലിസു ഇതിന്റെ മുസന്ന മുകളിൽ കാണിച്ച പ്രകാരം സിമ്പിൾ ആണ്. യജ്ലിസു ഡാഷ് യജ്ലിസൂന, ഇവിടെ തജ്ലിസു അല്ലെ, ജലിസാനി, ഇവിടെ എന്താ വരിക. ഓക്കെ അല്ലേ? ചിലപ്പോൾ ഇത്രയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.